നിയമസഭയിൽ ധനാഭ്യർത്ഥന ചർച്ചയുടെ മറുപടി പ്രസംഗത്തിനിടെ മന്ത്രി എം.പി. രാജേഷും പ്രതിപക്ഷ നേതാവ് വി.ഡി. സതീശനും തമ്മിൽ വാക്പോര്. വിജയത്തിന്റെ ഉന്മാദം പ്രതിപക്ഷത്തെ ബാധിച്ചിരിക്കുന്നു. 2020 ഫൈനൽ മത്സരത്തിൽ അക്സർ പട്ടേലിന്റെ ഓവറിൽ 24 റൺ വഴങ്ങിയപ്പോൾ കളി തീർന്നുവെന്ന് എല്ലാവരും കരുതി. എന്നാൽ പിന്നാലെ വന്ന ബുംറ കളി ഇന്ത്യയുടെ വരുതിയിലാക്കി. ഇപ്പോൾ കളി തീർന്നുവെന്ന് പ്രതിപക്ഷം വിചാരിക്കരുത്, കളി കാണാനിരിക്കുന്നതേ ഉള്ളൂവെന്നും എം.പി. രാജേഷ്. മാന്നാറിൽ 15 വർഷം മുമ്പ് കാണാതായ കല എന്ന 20-കാരിയെ കൊലപ്പെടുത്തി കുഴിച്ചുമൂടിയെന്ന സംശയം. 15 വർഷം മുമ്പ് യുവതിയെ കൊന്നു കുഴിച്ചുമൂടിയെന്നാണ് പോലീസിന് ലഭിച്ച മൊഴി. യുവതിയുടെ മൃതദേഹത്തിന്റെ അവശിഷ്ടങ്ങൾ എന്ന് സംശയിക്കുന്ന വസ്തുക്കൾ ഭർത്താവ് അനിലിന്റെ വീടിന്റെ സെപ്റ്റിക് ടാങ്കിൽ നിന്ന് ലഭിച്ചു. എന്നാൽ ഇത് മൃതദേഹത്തിന്റെ ഭാഗമാണോ എന്ന് സംശയം ഉറപ്പിച്ചിട്ടില്ല. 15 വർഷം പിന്നിട്ടതിനാൽ ചെറിയ അവശിഷ്ടം മാത്രമേ ലഭിക്കൂ എന്ന് ഫോറൻസിക് സംഘം സംശയിക്കുന്നുണ്ട്. കലയുടെ ഭർത്താവ് ഇസ്രായേലിൽ ജോലി ചെയ്യുകയാണ്. ഇയാളെ നാട്ടിലെത്തിക്കാനുള്ള ശ്രമങ്ങൾ പോലീസ് നടത്തിവരികയാണ്. സംഭവത്തിൽ 4 പേരെയാണ് പോലീസ് കസ്റ്റഡിയിലെടുത്തിരിക്കുന്നത്. 5 പേർ ചേർന്ന് യുവതിയെ കൊന്നു കുഴിച്ചുമൂടിയെന്നായിരുന്നു രഹസ്യവിവരം. പിടിയിലായവരെല്ലാം കൊല്ലപ്പെട്ടതായി കരുതുന്ന കലയുടെ ഭർത്താവിന്റെ സുഹൃത്തുക്കളും ബന്ധുക്കളുമാണ്. വയനാട് ഉപതെരഞ്ഞെടുപ്പിൽ കോൺഗ്രസ് CC വാക്കോവർ പ്രതീക്ഷിക്കേണ്ടെന്ന് BJP സംസ്ഥാന പ്രസിഡന്റ് കെ സുരേന്ദ്രൻ. പ്രിയങ്ക ഗാന്ധിക്കെതിരെ മെച്ചപ്പെട്ട ആള് തന്നെ മത്സരിക്കുമെന്നും കെ സുരേന്ദ്രൻ വ്യക്തമാക്കി. രാഹുൽ ഗാന്ധി ലോകം മുഴുവൻ ഓടി നടന്ന് ഹിന്ദുക്കളെ അവഹേളിക്കുകയാണെന്നും ലോകത്തിനു മുമ്പിൽ രാജ്യത്തെ അവഹേളിക്കാനാണ് രാഹുലിന്റെ ശ്രമമെന്നും കെ സുരേന്ദ്രൻ പറഞ്ഞു. സംസ്ഥാനത്ത് വടക്കൻ കേരളത്തിൽ മഴ തുടരുമെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പിന്റെ റിപ്പോർട്ട്. മഴ തുടരുന്ന സാഹചര്യത്തിൽ കേരള തീരത്ത് ഉയർന്ന തിരമാലയ്ക്ക് സാധ്യതയുണ്ടെന്ന് മുന്നറിയിപ്പ്. മുന്നറിയിപ്പിന്റെ പശ്ചാത്തലത്തിൽ മത്സ്യബന്ധനം വിലക്കിയിരിക്കുന്നു. കേരള തീരം മുഴുവൻ മഹാരാഷ്ട്ര തീരം വരെയായി ന്യൂനമർദ്ദപാതയും നിലനിൽക്കുന്നുണ്ട്. വടക്കൻ ഗുജറാത്തിന് മുകളിലായി ചക്രവാത ചുഴി സ്ഥിതി ചെയ്യുന്നു. ഇതിന്റെ സ്വാധീന ഫലമായാണ് മഴ തുടരുന്നതെന്നും മുന്നറിയിപ്പ്. BJPക്കെതിരായ രാഹുൽ ഗാന്ധിയുടെ പരാമർശങ്ങൾ രേഖകളിൽ നിന്ന് നീക്കിയതിനെ ചൊല്ലി പാർലമെന്റിൽ പ്രതിപക്ഷ ബഹളം. സഭ സമ്മേളിച്ചതോടെ രാഹുലിന്റെ പ്രസംഗം നീക്കിയ നടപടി ചോദ്യം ചെയ്ത് പ്രതിപക്ഷം രംഗത്ത് വരികയായിരുന്നു. രാഹുൽ ഗാന്ധി ഹിന്ദുക്കൾക്കെതിരായി പ്രസംഗിച്ചുവെന്ന BJP പരാതിയുടെ അടിസ്ഥാനത്തിലാണ് സ്പീക്കർ പരാമർശങ്ങൾ നീക്കിയത്. സത്യം തുടച്ചു നീക്കാനാകില്ലെന്ന് രാഹുൽ ഗാന്ധിയുടെ പ്രതികരണം. രാഷ്ട്രപതി ദ്രൗപദി മുർമുവിന്റെ നയപ്രഖ്യാപന പ്രസംഗത്തിനുള്ള നന്ദി പ്രമേയ ചർച്ചയിൽ പ്രധാനമന്ത്രിയുടെ പ്രസംഗത്തിനിടെ ലോക്സഭയിൽ പ്രതിപക്ഷ ബഹളം. പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധിയുടെ നേതൃത്വത്തിലാണ് പ്രതിപക്ഷാംഗങ്ങൾ മുദ്രാവാക്യം മുഴക്കി പ്രതിഷേധിച്ചത്. മണിപ്പൂരിൽ നിന്നുള്ള അംഗങ്ങൾക്ക് സംസാരിക്കാൻ അനുവാദം നൽകിയില്ലെന്ന് പറഞ്ഞായിരുന്നു പ്രതിഷേധം. പ്രതിപക്ഷ നേതാവിന്റെ ആവശ്യപ്രകാരം പ്രതിപക്ഷാംഗങ്ങൾ പാർലമെന്റിന്റെ നടുക്കളത്തിലിറങ്ങി പ്രതിഷേധിച്ചു. പ്രതിപക്ഷ നടപടി ലോക്സഭയുടെ മര്യാദയ്ക്ക് ചേർന്നതല്ലെന്നും രാഹുൽ ഗാന്ധി ജനാധിപത്യ മര്യാദ കാണിക്കണമെന്നും സ്പീക്കർ ഓം ബിർളയുടെ വിമർശനം. സിംബാബ്വേക്കെതിരായ 2020 പരമ്പരയ്ക്കുള്ള ടീമിൽ മാറ്റങ്ങൾ വരുത്തി BCCI. സഞ്ജു സാംസൺ, ശിവൻ ദുബെ, യശസ്വി ജയ്സ്വാൾ എന്നിവർ ആദ്യ 2 മത്സരങ്ങളിൽ കളിക്കില്ല. പകരക്കാരായി ജിതേഷ് ശർമ്മ, സായി സുദർശൻ, ഹർഷിത് റാണ എന്നിവർ ടീമിലെത്തി. 2020 ലോകകപ്പ് നേടിയ ടീം ബാർബഡോസിൽ കുടുങ്ങിയ സാഹചര്യത്തിലാണ് BCCIയുടെ പുതിയ നീക്കം.